അതായത് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് പല രീതിയിലും ശ്രദ്ധേയമാകുന്ന ഒന്നാണ്. അതിൽ പ്രധാനമായ ഒരു കാര്യം മതമൗലികവാദികളെ കേരളം തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. കാരണം മറ്റൊരു കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടക്കുന്ന സമയത്ത് കോൺഗ്രസിനെയും UDF-നെയും ജമാഅത്തെ ഇസ്ലാമിയെയും തമ്മിൽ ചേർത്തുകൊണ്ട് ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനും വളരെ കാലം മുൻപ് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിക്കുകയും ശേഷം അവരോട് നന്ദി പ്രകാശനമൊക്കെ നടത്തുകയും ചെയ്തയാളാണ് ഇദ്ദേഹം. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ UDF-നെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെടുത്തി അത് മതമൗലിക വാദികളുടെ വോട്ട് നേടാനാണ് UDF ശ്രമിക്കുന്നത് എന്ന ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ കൃത്യമായ ഒരു ചിത്രം എന്താണ് എന്ന് കേരളം പിണറായി വിജയന് തന്നെ കാണിച്ചു കൊടുത്തിട്ടില്ലേ? തീർച്ചയായും മത രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകളെ, തീവ്ര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകളെ കേരളം പടിയടച്ചു പിണ്ഡം വെച്ചു എന്ന് തന്നെയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഫലം സൂചിപ്പിക്കുന്നത്. അതായത് കേരളത്തിൽ ഞങ്ങൾ ഇത്തവണ വലിയ അട്ടിമറി സൃഷ്ടിക്കും, കേരളത്തിൽ കൊടുങ്കാറ്റ് കണക്കെ വരും എന്നൊക്കെ പറഞ്ഞ SDPI പോലെയുള്ള സംഘടനകളെ കേവലം 96 സീറ്റുകളിലേക്ക് ഒതുക്കാൻ കോൺഗ്രസിനും അല്ലെങ്കിൽ കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തിന് കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ്. അതിൽ തന്നെ ഏറ്റവും വലിയ ഒരു വിജയമായി ഞാൻ കാണുന്നത് ചാവക്കാട്ടെ പുന്ന 6-ാം വാർഡിൽ SDPI ക്രിമിനലുകൾ കൊലപ്പെടുത്തിയ കോൺഗ്രസ് നേതാവായിരുന്ന നൌഷാദിന്റെ ഭാര്യ ഫെബിന നൌഷാദ് ആ വാർഡിൽ വിജയിച്ചിരിക്കുകയാണ്. അവിടെ നൌഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്നും SDPIയുടെ കണ്ണിലെ കരടായിരുന്നു. കാരണം മതവർഗീയവാദം ചെറുപ്പക്കാരുടെ മസ്തിഷ്കത്തിനകത്തേക്ക് കുത്തിവെച്ച് കേരളത്തിന്റെ തെരുവുകളെ അല്ലെങ്കിൽ കേരളത്തിലെ ചെറുപ്പക്കാരുടെ മനസ്സിന്റെ അകത്തളങ്ങളെ മതതീവ്രവാദത്തിന്റെ ഹബ്ബാക്കി മാറ്റാൻ ശ്രമിക്കുന്ന SDPIയുടെ തീവ്രവാദ രാഷ്ട്രീയത്തെ ശക്തമായി നേരിട്ട്, ഹൃദയം കൊണ്ട് നേരിട്ട് അല്ലെങ്കിൽ ചെറുത്തു തോൽപ്പിച്ച നൌഷാദിനെ വെട്ടിക്കൊലപ്പെടുത്തിയ അതേ മണ്ണിൽ SDPIയുടെ കൊലപാതക രാഷ്ട്രീയത്തെ, മതവർഗീയതയെ ജനങ്ങൾ തൂത്തെറിഞ്ഞതിൻ്റെ പ്രതീകമാണ് നൌഷാദിന്റെ ഭാര്യയുടെ വിജയം. ഇത് പുന്നയിൽ മാത്രമല്ല, പലയിടങ്ങളിലും അവർ ഇത്തവണ ചില സ്ഥലങ്ങളിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ CPM-മായി സഖ്യം ചേരാനും ഇത്തവണ SDPIക്ക് മടിയുണ്ടായിരുന്നില്ല. അതിലവർ വിജയിക്കുകയും ചെയ്ത് കോഴിക്കോട് കോർപ്പറേഷനിലടക്കം SDPI മത്സരിക്കാത്ത പല വാർഡുകളിലും CPM-നാണ് അവർ വോട്ട് മറിച്ചത് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. അഴിയൂർ പഞ്ചായത്തിൽ ഒരു വാർഡിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 7 വോട്ടാണ് CPM സ്ഥാനാർത്ഥിക്ക്. ബാക്കി മുഴുവൻ വോട്ടും പോയത് SDPIക്കാണ്. അവിടെ SDPI-യാണ് വിജയിച്ചത്. മലപ്പുറത്ത് പല സ്ഥലങ്ങളിലും കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും പരാജയപ്പെടുത്താൻ SDPIയുടെ സഹായം അവർ CPM-ന് ലഭിച്ചിരുന്നു. പക്ഷേ ജനങ്ങൾ SDPIയുടെ ഈ കപട രാഷ്ട്രീയത്തെ ജനങ്ങൾ വിലയിരുത്തിയെന്ന് മാത്രമല്ല, മതവർഗീയവാദികളോട് കടക്ക് പുറത്ത് എന്ന് പറയാൻ കേരളീയ സമൂഹം തയ്യാറായി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം. അതുമാത്രമല്ല, BJPക്ക് വലിയ വളർച്ചയുണ്ടെന്ന് പറയുമ്പോഴും തിരുവനന്തപുരം നഗരസഭ ഭരണം ഒഴിച്ചു നിർത്തിയാൽ BJPയുടെ കയ്യിലുണ്ടായിരുന്ന പന്തളം നഗരസഭ അവർക്ക് നഷ്ടപ്പെട്ടു. BJP കേവല ഭൂരിപക്ഷം നേടി തനിച്ചു ഭരിച്ചിരുന്ന പാലക്കാട് നഗരസഭയിൽ തവണ അവർക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല എന്നത് നമ്മൾ പരിശോധിക്കേണ്ട വസ്തുതയാണ്. BJP ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന, അവർ ഭരിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചിരുന്ന കൊടുങ്ങല്ലൂർ നഗരസഭയിൽ BJPക്ക് ഭരണം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, അവിടെ ഇടതുമുന്നണി ഭരണം തുടരുകയും കോൺഗ്രസ് സീറ്റ് എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തു. തൃപ്പൂണിത്തറ നഗരസഭ, അതായത് അവിടെ കോൺഗ്രസിന്റെ സീറ്റ് എണ്ണം വർദ്ധിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് BJPക്ക് ഭരണം ലഭിക്കാതെ പോയത്. ഇത്തരത്തിൽ BJP ഏറെ സീറ്റുകൾ വർദ്ധിപ്പിക്കും. 4 നഗരസഭാ സീറ്റുകൾ മാത്രമാണ്, സീറ്റ് എണ്ണം നോക്കുമ്പോൾ 4 നഗരസഭാ സീറ്റുകൾ മാത്രമാണ് അവർക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത്. അത് മാത്രമല്ല, തൃശ്ശൂര് ഇവർ എന്തായാലും പിടിക്കും എന്ന് പറഞ്ഞിരുന്നു. കാരണം സുരേഷ് ഗോപി അവിടുത്തെ MP ആണ്, അദ്ദേഹം അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന ആ ഒരു ലെവലിൽ തന്നെ തൃശ്ശൂരിൽ BJPക്ക് വലിയൊരു നേട്ടം കൊയ്യാനാവുമെന്നായിരുന്നു BJP വിശ്വസിച്ചിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അവർ ഉദ്ദേശിച്ച ആ ഒരു ഫലം അവിടെ നിന്ന് കിട്ടിയില്ലല്ലോ. തീർച്ചയായും തൃശ്ശൂരിൽ വലിയ അട്ടിമറി സൃഷ്ടിക്കും എന്ന്, അല്ലെങ്കിൽ തൃശ്ശൂരിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും ഞങ്ങൾ എന്ന് പറഞ്ഞ BJPക്ക് തൃശ്ശൂരിൽ ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ സാധിച്ചില്ല. തൃശ്ശൂരിൽ അവർ പറഞ്ഞത് ഇരിങ്ങാലക്കുട നഗരസഭ അവർക്ക് ഭരിക്കാൻ കഴിയുമെന്നാണ്. കേവലം 4-5 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. തൃശ്ശൂർ കോർപ്പറേഷൻ ഞങ്ങൾ ഇത്തവണ ഭരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന്റെ തലേ ദിവസം പോലും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഗോപാലകൃഷ്ണന്റെ നാട്ടിൽ BJPക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട നഗരസഭാ ഭരണം തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. തൃശ്ശൂരിലെ പല പഞ്ചായത്തുകളും ഭരണം പിടിക്കുമെന്ന് പറഞ്ഞ BJPക്ക് ഒരു പഞ്ചായത്തിലും ഒരു മുന്നേറ്റവും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. 2020-ൽ 2 ജില്ലാ പഞ്ചായത്ത് സീറ്റുകൾ കേരളത്തിൽ BJPക്ക് ഉണ്ടായിരുന്നു. അത് ഇത്തവണ 1 കുറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ BJPയുടെ ജില്ലാ പഞ്ചായത്ത് സീറ്റിൽ ഇത്തവണ വിജയിച്ചത് കോൺഗ്രസ് ആണ്. അതായത് മതവർഗീയവാദികൾ, അത് ഹൈന്ദവ ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുന്നവരെയും
മുസ്ലിം ഇസ്ലാം ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുന്ന രണ്ട് തീവ്ര നിലപാടുള്ള സംഘടനകളെയെല്ലാം കേരളത്തിലെ മതേതര ജനത പടിയടച്ചു പിണ്ടം വെച്ചു എന്ന് മാത്രമല്ല, അവരെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്ന CPM-നോടും കടക്ക് പുറത്തെന്ന് പറയാൻ കേരളീയ സമൂഹം തയ്യാറായി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ വസ്തുത. SDP-ക്ക് 3 സീറ്റ് ഉണ്ടായിരുന്ന പത്തനംതിട്ട നഗരസഭയിൽ SDP-യുടെ അക്കൗണ്ട് കോൺഗ്രസ് ഇത്തവണ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് BJP-ക്ക് അല്ലെങ്കിൽ SDP-ക്ക് സ്വാധീനമുണ്ടായ സ്ഥലങ്ങളെല്ലാം അവരെ പരാജയപ്പെടുത്താൻ കൈമെയ് മറന്ന് പ്രവർത്തിച്ച കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ CPM ജയിച്ചാലും നമ്മൾ അത് അംഗീകരിക്കും. മതവർഗീയവാദത്തിനെതിരെ നിലപാടെടുക്കുന്ന സംഘടനകളെ പടിയടച്ച് പിണ്ടമാക്കാൻ കേരളത്തിൽ കഴിഞ്ഞു. പക്ഷേ വിരോധാഭാസം എന്തെന്ന് വെച്ചാൽ, കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ഈ SDP-യെ പോലുള്ള സംഘടനകളെ ചേർത്ത് പിടിക്കാൻ CPM തയ്യാറായി. ഇത് അപകടകരമായ രാഷ്ട്രീയമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് ഏറ്റവും വലിയ അപകടമാണ്. കാരണം ഈ അപകട രാഷ്ട്രീയത്തെ കേരളീയ സമൂഹം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇവർക്ക് ഇത്തരം വർഗീയ ശക്തികളെ കേരളം മാറ്റി നിർത്തിയത്. വെൽഫെയർ പാർട്ടിയെ പോലെയുള്ള മൗദൂദിയൻ ആശയങ്ങൾ മസ്തിഷ്കത്തിൽ കുത്തിവെച്ച സംഘടനകളെ ഇത്തവണ അടുപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ലെന്ന് കോൺഗ്രസ് പറഞ്ഞതിൻ്റെ പിന്നീടാണ് CPM കോൺഗ്രസും വെൽഫെയർ പാർട്ടിയും തമ്മിൽ സഖ്യമുണ്ടെന്ന കുപ്രചരണം നടത്തിയത്. ഇവിടെ എറണാകുളം നഗരസഭയിൽ, കൊച്ചി നഗരസഭയിൽ അടക്കം വെൽഫെയർ പാർട്ടിയും കോൺഗ്രസും ഒരേ സ്ഥലത്ത് മത്സരിച്ചത് നമ്മൾ കണ്ടതാണ്. മലപ്പുറത്തെ പല പഞ്ചായത്തുകളിലും മുൻ നഗരസഭകളിലും പരസ്പരം മത്സരിച്ചതാണ്. കോഴിക്കോട് ജില്ലയിലെ മുക്കം നഗരസഭയിലും കൊയിലാണ്ടി നഗരസഭയിലും അടക്കം വെൽഫെയർ പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുക എന്നതായിരുന്നു. അവർക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, വെൽഫെയർ പാർട്ടിയെ പോലുള്ള മൗദൂദിയൻ ആശയം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പ്രഖ്യാപിച്ച ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇത് വെൽഫെയർ പാർട്ടി. ഇന്നവർ മുദ്രാവാക്യത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട്, അവർ തന്നെ പറയുന്നു. എന്നാൽ അവരെയും കേരളം തിരസ്കരിക്കാൻ തയ്യാറായി. SDP-യെ പോലെ BJP-യെ പോലെ തന്നെയാണ് വെൽഫെയർ പാർട്ടിയുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ തീവ്ര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ പടിയടച്ച് പിണ്ടം വെച്ചത്. മറ്റൊന്ന് അബ്ദുൽ നാസർ മദനിയുടെ PDP-യാണ്. PDP-ക്ക് ഇത്തവണ ലോക്കൽ ബോഡി ഇലക്ഷൻ ലഭിച്ചത് കേവലം 5 സീറ്റ് മാത്രമാണ്. കേരളത്തിൽ 5 സീറ്റ് മാത്രമാണ് അവർക്ക് ലഭിച്ചത്. എന്തായാലും ജനാധിപത്യ മതേതര കേരളം ഞങ്ങൾ മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവരാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രതിഫലനമാണ് ഇത്തവണ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. യാതൊരു സംശയവും വേണ്ട. ആ പ്രതിഫലനം തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ കാണാൻ കഴിയും. മതരാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവരെയും അല്ലെങ്കിൽ മതേതരത്വത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നവരെയും കേരളത്തിലെ ജനം പടിയടച്ച് പിണ്ടം വെക്കും എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണം കേരളത്തിൽ ഇപ്പോഴും മനസ്സിലായിരിക്കുകയാണ്. അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഹൈന്ദവ വോട്ടുകൾ BJP-ക്ക് ലഭിക്കേണ്ടതായിരുന്നു. BJP 2500ഓളം സീറ്റ് ലഭിക്കുമെന്നായിരുന്നു അവർ പ്രതീക്ഷയെങ്കിൽ 1900-ന്റെ അടുത്ത് മാത്രമാണ് അവർക്ക് സീറ്റ് ലഭിച്ചത്. നഗരസഭകൾ കൂടുതൽ 2 നഗരസഭകളിൽ കൂടുതൽ ഭരിക്കുമെന്ന് അവർ പറയുമ്പോൾ 2 നഗരസഭകളിലും കേവല ഭൂരിപക്ഷം അവർക്ക് ലഭിച്ചിട്ടില്ല. അതായത് പാലക്കാട്ടും തൃപ്പൂണിത്തുറയിലും അവർക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ഒരു വർഗീയതയോടും സന്ധി ചെയ്യാൻ തയ്യാറല്ല കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ. സാക്ഷര കേരളത്തിലെ ജനങ്ങൾക്ക് മതവർഗീയവാദത്തിനോട് താല്പര്യമില്ല. മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഹൈന്ദവനെയും ക്രൈസ്തവനെയും ഇസ്ലാമിനെയും എല്ലാ നാനാജാതി മതങ്ങളെയും ഒരേപോലെ ചേർത്ത് പിടിക്കുന്ന കോൺഗ്രസ് ആണ് ശരിയെന്ന് കേരളത്തിലെ ജനങ്ങൾ ഇത്തവണ തീരുമാനിച്ചു കഴിഞ്ഞു. അതിന്റെ വിജയമാണ് കോൺഗ്രസിനുണ്ടായത്. നാളുകളിൽ ഈ മതവർഗീയവാദം ഉയർത്തിപ്പിടിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ ഏത് രാഷ്ട്രീയ പാർട്ടി തയ്യാറായാലും ആ രാഷ്ട്രീയ പാർട്ടിയോട് കടക്ക് പുറത്തെന്ന് പറയാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകുമെന്നതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ടത്.